തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും തൊടുന്നു. എങ്കിലും നമ്മൾ ദുഃഖിക്കുന്നു. മറ്റ് പലർക്കും ലഭിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതുകൊണ്ട്. ഇത് ദൈവം സ്നേഹിക്കാത്തതുകൊണ്ടോ നമ്മളെ കൈനീട്ടി തൊടാത്തതുകൊണ്ടോ അല്ല. ദൈവത്തിൻ്റെ സ്പർശനം തിരിച്ചറിയാൻ കാഴ്ചയില്ലാതെ പോയതുകൊണ്ടാണ്. ക്രിസ്തു ഒരു അന്ധനെ സുഖപ്പെടുത്തി, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. മറ്റൊരു അന്ധൻ്റെ കണ്ണുകളിൽ ചെളി പൂശി അയാളെ സീലോഹായിലേക്ക് അയച്ചു. ഇനിയും പല വിധത്തിൽ പലരെ സുഖപ്പെടുത്തി. 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് വിളിച്ചു, ഞങ്ങളിൽ കനിയണമേ. അടുത്തെത്തുകയോ തൊടുകയോ ചെയ്തില്ല, പൊയ്ക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞു. പോകും വഴി അവരെല്ലാം സൗഖ്യപ്പെട്ടു. ഓരോരുത്തരെയും വ്യത്യസ്തമായ തരത്തിൽ ക്രിസ്തു തൊടുന്നു. ഒരു കൂനിപ്പോയ സ്ത്രീയെ അവൻ കണ്ടു. അവൾ പ്രാർത്ഥിച്ചില്ല, ചോദിച്ചില്ല. പക്ഷെ അവൻ അവളോട് പറഞ്ഞു, എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. ചോദിച്ചവർ ഉടനെ ലഭിക്കുന്നു, അല്പകാലം കഴിഞ്ഞ് ലഭിക്കുന്നു, ചോദിക്കാത്ത ഒരാൾക്കും കൊടുക്കുന്നു. ആ സ്ത്രീ കൂനിപ്പോയൊരു സ്ത്രീയാണ്. അവൾ ആകാശം കണ്ടിട്ടില്ല, മരച്ചില്ലകൾ കണ്ടിട്ടില്ല, മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല. കണ്ടത് മഴവെള്ളവും, കണ്ടത് ചെളിവെള്ളം ഇടജന്തുക്കളെയും മാത്രം. ക്രിസ്തുവിൻ്റെ മുഖം പോലും കണ്ടിട്ടില്ലാത്ത ഇവൾക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല. അവൾ പ്രാർത്ഥിക്കാൻ ക്രിസ്തു കാത്തുനിന്നില്ല. അവളോട് പറഞ്ഞു, എഴുന്നേൽക്കുക. ക്രിസ്തുവിനറിയാം ഒരാളെ എങ്ങനെ തൊടണമെന്ന്. ആരും അറിയാത്ത വിധത്തിൽ തികച്ചും വ്യത്യസ്തമായി എൻ്റെ ഹൃദയത്തിൽ അവൻ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്നു. മറ്റാരുടെയോ ജീവിതത്തിലേക്ക് നോക്കി ദുഃഖിച്ചു മാറിയിരിക്കരുത്. കണ്ടാൽ തിരിച്ചറിയും വിധത്തിൽ വ്യത്യസ്തമായ മുഖഭാവത്തോടെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചെങ്കിൽ ആർക്കും മനസ്സിലാക്കാനാവാത്ത വിധം ദൈവം തികച്ചും വ്യത്യസ്തമായ വിധത്തിൽ എൻ്റെ ഹൃദയത്തെ തൊടുന്നു. ആവശ്യമായിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ വീണ അവൻ്റെ വിരലടയാളം കണ്ടെത്താനുള്ള കാഴ്ചയാണ്. മിഴിയടച്ച് ധ്യാനിക്കേണ്ടത് എൻ്റെ ആത്മാവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെ കാണാനാണ്. അവൻ നിശ്ചയമായും എന്നെ തൊട്ടു, എന്നെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ആത്മാവിലൂടെ സഞ്ചരിക്കുന്നു. സ്നേഹപൂർവ്വം.